ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നൊരു നാടൻ ഞണ്ട് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം നമുക്ക് വേണ്ട 2 സവാള മുറിച്ചത്, ഒരു 4 തക്കാളി മീഡിയം സൈസിൽ മുറിച്ചത്, ഒരു 2-3 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ നമുക്ക് അരമുറി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിലേക്ക് വറന്ന് വരുമ്പോഴത്തേക്കും ഒരു കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഒരു നുള്ളു ഉലുവാപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും നമ്മളൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇനി നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കലില്ല, ഇത് തന്നെയായിരിക്കും മസാല. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരുന്ന സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന തക്കാളി, ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. അത് നന്നായിട്ടൊന്ന് കളർ മാറി ഒന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കണം. ഗ്രേവിയിൽ തന്നെ നമ്മൾ മസാല എല്ലാം ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇനി നമുക്കൊന്നും ചേർക്കാനില്ല. ഉപ്പ് മാത്രം നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മുടെ ഉള്ളിയും തക്കാളിയും ഗ്രേവിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ ഞണ്ടിനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഞണ്ട് നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞണ്ടിൻ്റെ കാലൊക്കെ നീല കളറിലൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം. എന്ത് കഴിയുമ്പോൾ ഇതൊക്കെ നല്ല ചുമന്ന കളറിലാവും. ഞണ്ടെല്ലാം പെറുക്കിയിട്ടതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മുടെ ഞണ്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഗ്രേവി നന്നായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. ഞണ്ട് ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്കത് മൂടി വെച്ചങ്ങ് വേവിക്കാം. നമ്മുടെ ഞണ്ടൊക്കെ അതിനകത്തിരുന്ന് നന്നായിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഞണ്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒക്കെ ഇളങ്ങി വെള്ളമൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്, കണ്ടോ. നമ്മൾ ഒഴിച്ചേക്കാളും വെള്ളമുണ്ട് അതിനകത്ത്. നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് അടുക്കി പിടിക്കാതെ നോക്കിയാൽ മാത്രം മതി. വീണ്ടും അടച്ചു വെച്ച് വേവിച്ച് ഗ്രേവി കുറച്ചുകൂടെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ടിൻ്റെ കളറൊക്കെ കണ്ട നന്നായിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് നീല കളർ വരുന്ന കാലൊക്കെ ഇപ്പോൾ ചുമന്ന കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കറി നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.